കണ്ടില്ലേ? ഇതാ. ഹായ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ അഴീക്കോട് മുനക്കൽ ബീച്ചിലാണ്. അഴീക്കോട് മുനക്കൽ ബീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അഴീക്കോട്ടുകാരുടെ, കൊടുങ്ങല്ലൂർക്കാരുടെ, തൃശ്ശൂർ ജില്ലക്കാരുടെ, കേരളത്തിൻ്റെ തന്നെ അഹങ്കാരമാണ് അഴീക്കോട് മുനക്കൽ ബീച്ച്. അതായത് ഇപ്പോൾ വിശാലമായിട്ട് കിടക്കുന്ന ഏറ്റവും വലിയ ബീച്ച് എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ അഴീക്കോട് മുനക്കൽ ബീച്ചിനെ. ഇവിടെ വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊതി തീരില്ല, അത്രയും മനോഹരമാണ് ഇവിടെ കാണുന്നത്. അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കടലും പുഴയും ഒന്നിക്കുന്ന ഭാഗം അഴിമുഖത്തിൻ്റെ ഓരങ്ങളിൽ പഴയ പ്രാചീന കാലഘട്ടം മുതലേ ഉള്ള അഴീക്കോടോളം തന്നെ പഴക്കമുള്ള ചീനവലകൾ ഇങ്ങനെ കാണാൻ വളരെ ഭംഗിയാണ് കാണുന്നതിന് വേണ്ടി. അപ്പോൾ ചീനവല നിർമ്മിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന തടിയാണ് ഈ കാണുന്നത്. അതായത് പുന്ന എന്ന് പറയുന്ന ഒരു തടിയാണിട്ടത്. പുന്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പച്ചക്കായ കാണാം നമുക്ക്, പുന്നക്കായ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ തടിയാണ് ഈ കാണുന്നത്. അത് ഏറ്റവും കൂടുതൽ പുന്നമരമാണ് ഈ ചീനവലയ്ക്ക് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചീനവല, ഈ തടികളെ കാണുമ്പോൾ നമുക്ക് വലിയ സംഭവമായിട്ടൊന്നും തോന്നുന്നില്ലെങ്കിലും അതിൻ്റെ ചിലവ് എന്ന് പറയുന്നത് വലിയൊരു ചിലവാണ്. അപ്പോൾ അതിൻ്റെ ചിലവൊക്കെ എത്രയാണ് വരുന്നത് എന്നൊക്കെ നമുക്ക് നേരെ അവരോട് തന്നെ ചോദിച്ചറിയാം. ആ ചീനവലയുടെ ഒരു ഭംഗിയും അത് വലിക്കുന്ന താഴ്ന്നൊക്കെ നമുക്കൊന്ന് കാണാം. അതുപോലെ തന്നെ അഴീക്കോടിൻ്റെ മനോഹരമായ നമ്മുടെ ഈ കടൽ തീരവും പുഴയോരങ്ങളൊക്കെ നമുക്ക് കണ്ടുകൊണ്ട് നേരെ നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, നമ്മുടെ അഴീക്കോടിൻ്റെ ഈ ഒരു ഭാഗത്ത് ഏകദേശം 19ഓളം ചീനവലകളാണുള്ളത്. അതിൻ്റെ ദൂരം ഏകദേശം വർക്ക് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ചീനവല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചീനവലയിൽ 6 പേര് കൂടി ഷെയർ ആയിട്ടാണ് ഇപ്പോൾ ഈ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് രണ്ടാൾ വെച്ചുകൊണ്ടാണ് ഒരു ഷിഫ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് 24 മണിക്കൂറും ഇത് വർക്കിങ്ങിലായിരിക്കുള്ളൂ. ഇത് ഫിഷറീസിൻ്റെ അനുമതിയോട് കൂടിയിട്ടാണ്, ലൈസൻസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമുക്ക് പുറത്തുനിന്ന് ഒരാൾക്ക് വന്നുകൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം ശ്രദ്ധിച്ചോട്ടെ. ഇത് പ്രവർത്തിക്കുന്നത് ഈ ഒരു ബൈക്ക് ഉണ്ടാകും, നമ്മുടെ CT100 സെറ്റ് ചെയ്തിട്ട് ഈ ഒരു ഇതിലാണ് വർക്ക് ചെയ്യുന്നത്. മുമ്പ് നമ്മൾ 4 ആളെങ്കിലും അല്ലേ, 4 ആൾ വേണമായിരുന്നു കേട്ടോ. മുമ്പ് ഈ സംഭവം ഒന്ന് വലിച്ച് താഴ്ത്തണം എന്നുണ്ടെങ്കിൽ 4 ആൾ വേണം, കുറച്ച് ഹാർഡാണ്. ഇപ്പോൾ വളരെ സിമ്പിൾ മെത്തേഡിലാണ് ഈ സംഭവം കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. CT100 നമ്മൾ സാധനം സെറ്റ് ചെയ്ത് നോക്കിയിട്ടില്ലേ. ഇതിപ്പോൾ നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം കേട്ടോ. ഈ സംഭവം കാണാം, ഒരു വീലുണ്ട. കിട്ടൂലേ? ചീനവലയുടെ തനത് ശൈലിയിൽ ഇവിടെ നിലനിർത്തിയിട്ടുണ്ടെങ്കിലും മോട്ടോർ ബൈക്കിൻ്റെ ഒരു ഉപയോഗം അവരുടെ അധ്വാനത്തെ വളരെയധികം ലഘൂകരിച്ച് കൊടുത്തിട്ടുള്ളതാണ്. ഒരു 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ 2 ദിവസം വളരെ സിമ്പിളായിട്ട് വർക്ക് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ 4 ആളുണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ അവർക്ക് 2 ആൾ മതി. അതിൻ്റെ ഒരു ബെനിഫിറ്റും അതുകൊണ്ട് വലിയൊരു ഉപകാരമാണ് അപ്പോൾ ഒരു മോട്ടോർ ബൈക്കിൻ്റെ ഒരു ഉപയോഗം. ഇപ്പോൾ അവർ നിൽക്കുന്ന ഒരു ഭാഗത്ത് ഒരു 5 ആൾക്കെങ്കിലും വെള്ളം, അതായത് താഴ്ച ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ചീനവലയുടെ ഒരു തനത് ശൈലിയിൽ തന്നെ ഒരു മാറ്റവും വരുത്താതെ ഈ കാണുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. അതിവിടെ നമ്മൾ നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി ശരിക്കും നമുക്ക് ആസ്വദിക്കാൻ കഴിയുക. അഴീക്കോട് കടപ്പുറത്ത് നിങ്ങൾ വരികയാണെങ്കിൽ ഈ ഒരു ഭാഗത്തും കൂടി വന്ന് ഈ ഒരു ചീനവലയുടെ ഒരു പ്രവർത്തനവും കാര്യങ്ങളൊക്കെ ഒന്ന് നേരിട്ട് ആസ്വദിക്കുന്നത് വളരെ നന്നായിരിക്കും. അതുപോലെ തന്നെ ഇവിടുന്ന് പിടിക്കുന്ന മത്സ്യങ്ങൾ നമുക്ക് വളരെ മിതമായ വിലയ്ക്ക് തന്നെ ഇവിടെ നിന്നും വാങ്ങിക്കാൻ കഴിയും. നല്ല ഫ്രഷ് ആയിട്ടുള്ള, നല്ല പിടക്കുന്ന മത്സ്യങ്ങൾ. ഇപ്പോൾ നമുക്ക് അവർ പിടിച്ചിട്ടിരിക്കുന്ന മത്സ്യങ്ങൾ നമുക്കൊന്ന് കാണുന്നത് കണമ്പ് എന്ന പേരിൽ അറിയപ്പെടുന്ന മത്സ്യമാണ്. വേറെ പേരുകളുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു ചീനവല സെറ്റ് ചെയ്യാൻ നമുക്ക് ഏകദേശം എത്ര രൂപ ഉണ്ടോ? 6 ലക്ഷം രൂപ അല്ലേ? നമുക്ക് എത്ര ദിവസം എടുക്കും ഈ ഒരു ചീനവല സെറ്റ് ചെയ്യാൻ? 4 ദിവസം. 4 ദിവസം വേണമല്ലേ നമുക്ക് ഈ ഒരു ചീനവല സെറ്റ് ചെയ്യണമെങ്കിൽ? ഇവിടെ നമുക്ക് നല്ല താഴ്ചയുള്ളൊരു ഭാഗത്തല്ലേ ഇപ്പം നിൽക്കുന്നത്? ിട്ടുള്ള മീനുകൾ നമ്മൾ മാർക്കറ്റിൽ കൊണ്ടുപോകണത് ആളെടുക്കും, പുറത്ത് കൊടുക്കുമോ? അതിപ്പോൾ നമുക്ക് ആൾക്ക് തരികയാണെങ്കിൽ എത്ര രൂപ ഉണ്ടാവും അത്? ഇപ്പം നമുക്ക് ഇന്ന് രാവിലെ മുതൽ പറഞ്ഞിട്ട് കിട്ടിയിട്ടുള്ളതല്ലേ കാരണം? വേറെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. ഇത് എത്ര രൂപ ഉണ്ടാവും?
ഇത് ഫൈസൽ, ഇത് ബിജീഷ്, എൻ്റെ പേരും ഫൈസൽ. ഇവിടെ ഫുൾ ടൈം ഫീൽഡ് തന്നെയാണിത്. അപ്പോൾ ഇവർക്ക് ഇന്ന് കിട്ടിയേക്കണ മീൻ ഇത് മാത്രമല്ല, ഫിഷ് ഇത് മാത്രമല്ല, ഒട്ടനവധി കിട്ടിയത്. ഇത് പേര് കണമ്പ്. അപ്പോൾ കണമ്പാണ്. കണമ്പ് നമ്മൾ ഇവരെ വാങ്ങിക്കൊണ്ട് നമ്മൾ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. നമുക്ക് ഇതുപോലെ തന്നെ അവിടെ അപ്പോൾ കുറച്ച് ആദ്യം കാണാനുണ്ട്. അപ്പോൾ അത് കണ്ടതിന് ശേഷം വൈൻഡപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ ഭയങ്കര താങ്ക്സ് കേട്ടോ, ഞാൻ സഹകരിച്ചതിന് വളരെ നന്ദി. ഓക്കെ. സത്യത്തിൽ ഞാനിവിടെ വന്നിട്ടുള്ളത് നമ്മുടെ ഈ ഒരു ഭാഗത്ത് കടലിൽ നിന്ന് തിരകൾ വരുമ്പോൾ കുറേ മരക്കഷ്ണങ്ങൾ അടിഞ്ഞു കൂടാറുണ്ട്. ഇവിടെ മരത്തുമലുള്ള കച്ചറകളും സാധനങ്ങളൊക്കെ ദ്രവിച്ച് അടിപൊളി നമ്മുടെ അക്വേറിയത്തിലൊക്കെ വെക്കാൻ പറ്റുന്ന കണ്ടീഷനിൽ, അതുപോലെ തന്നെ നമുക്ക് ആർട്ട് വർക്കുകളോ എല്ലൊക്കെ ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനിലുള്ള അടിപൊളി തടി കഷ്ണങ്ങൾ നമുക്ക് ഇവിടുന്ന് കിട്ടും. അപ്പോൾ ഞാൻ ആ ഒരു തടി കഷ്ണങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ അതോടൊപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു അറ്റത്തേക്ക് നമുക്കൊന്ന് പോകാം. ഓക്കെ. ഓക്കെ, ഇതടി കഷ്ണം കണ്ട കടപ്പുറത്ത് വന്നാൽ മാത്രമേ നമുക്ക് ഇതേപോലത്തെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് ഇതുപോലെയൊക്കെ വന്നിട്ട് കളക്ട് ചെയ്യാറുണ്ട്. ഒരു ആർട്ട് വർക്കുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ പോകുമ്പോൾ നമുക്ക് ഇവനെ ഇവിടെ കൊണ്ടുപോകട്ടെ. തൽക്കാലം നമുക്ക് ഇവനെ വിട്ടിട്ടാ, വണ്ടി അവിടെ കിടക്കട്ടെ. നല്ല ഷേപ്പാണ്, അന്യ ഷേപ്പാണ്, അടിപൊളിയല്ലേ? നമ്മുടെ ഒരു പാസ് എത്തിച്ചത് കടലിലേക്ക് നല്ല അങ്ങനെ അറ്റത്തേക്ക് ഇങ്ങനെ ഇട്ടേക്കാണ്. ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ ഇതിൻ്റെ അപ്പുറവും കാണും ഇതേപോലെ തന്നെ കരിങ്കല്ല് ഇങ്ങനെ നീട്ടി കടലിലേക്ക് ഇട്ടേക്കണാണ്. അതായത് ഇത് ബോട്ടുചാലാണ്. ഇത് കടലിലേക്ക് നമ്മൾ പുഴ വന്ന് മുട്ടുന്ന ഈ അഴിമുഖത്തിൻ്റെ ബോട്ടുചാലാണ്. അപ്പോൾ അവിടെ രണ്ട് സൈഡിൽ കരിങ്കല്ല് ഇതേപോലെ ഇടുമ്പോൾ നല്ല അടി ഒഴുക്ക്, നല്ല ഒഴുക്കായിരിക്കും. അപ്പോൾ മണ്ണും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ശരിക്ക് തട്ടിപ്പോയിക്കോളും. ഇവിടെയൊക്കെ നടക്കുമ്പോഴും ഇതേപോലത്തെ കുഴികളൊക്കെ ഉണ്ടാവും. മറ്റേ നമ്മുടെ ഗുണാകേവ് പോലെ തന്നെ ഒക്കെ ആയിരിക്കും. ഇതൊക്കെ കണ്ടില്ലേ, കണ്ട കുഴി കണ്ട. അപ്പോൾ രാത്രിയിലൊക്കെ നമ്മൾ ഇതേപോലെ ഇവിടെയൊക്കെ വന്ന് നടക്കുമ്പോൾ ഇതേപോലെ രണ്ട് കാല് വിട്ട് പോയിട്ട് നമ്മുടെ കാലിൻ്റെ ഇവിടെ വെച്ചാൽ കണ്ടിച്ചു പോകും. സംഭവം കണ്ട ഇതേപോലത്തെ അടിപൊളി തടി കഷ്ണങ്ങൾ ഇട്ടുണ്ടാ. ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മൊത്തം വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നമ്മൾ പറയണ പൈസ ഉണ്ട് ഇതിനൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു വർക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്മുടെ മുക്കാലി എന്ന് പറയുന്നത്, മുക്കാലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 3 കാലല്ല കേട്ടോ കാണുമ്പോൾ. നമുക്ക് 1, 2, 3 കാലാണ് കാണണമെങ്കിലും 4 കാലാണ് ഇതിനുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ഇത് എങ്ങനെ പോയിരുന്നാലും ഇതേപോലെ തന്നെ കിടന്നോളും. അതിന് കരിങ്കല്ലിടുന്ന മാതിരിയല്ല. മുമ്പ് ഇവിടെ കരിങ്കല്ല് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇതുപോലെ തന്നെ പതുക്കെ പതുക്കെ തിണ്ടിട്ട് തള്ളിപ്പോയതാണ്. പിന്നീട് ഇട്ടിട്ടുള്ളതാണ് കോൺക്രീറ്റിൻ്റെ ഈ ഒരു സംഭവം. കാണുന്ന കണ്ടില്ല, അടിപൊളി കിടക്കുകയാണ്. ഇവിടുത്തെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓടിച്ചാടി കയറാന്ന് പറഞ്ഞിട്ട് അപകട സാധ്യത കൂടുതലാണ്. പെട്ടെന്ന് കാലൊക്കെ ഗ്യാപ്പിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ കിട്ടുന്നൊന്നും വരില്ല. നമുക്ക് പെട്ടെന്ന് എടുത്ത് മാറ്റാൻ പറ്റുന്ന സംഭവം അല്ലാട്ടത്. അത് ശ്രദ്ധിക്കണം ഇവിടെ വരണമെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ല വേരുകൾ കളക്ട് ചെയ്യാറുണ്ട് നമുക്ക്. അപ്പോൾ അവിടെയൊക്കെ ഒരുപാട് വേരുകളുണ്ട്. നമുക്ക് ഒന്ന് പോയി നോക്കാം. ജസ്റ്റ് പൈസ പറ്റും. ശ്രദ്ധിക്കണോട്ടെ ഇവിടെ വരുമ്പോഴും ഇതുണ്ടാ. അപ്പോൾ ഇവിടെയൊക്കെ വരുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണോട്ടെ. അപകടം എന്ന് പറഞ്ഞാൽ 1-1.5 അപകടമാണേ. നമ്മൾ ഇതേപോലെ കളക്ട് ചെയ്യാനും മരങ്ങളൊക്കെ കളക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ 1-1.5 സംഭവമാണ്. കണ്ട ഓക്കെ, ഇതാണ് നമ്മുടെ കടലും പുഴയും കൂടി ഒരുമിച്ച് കിടക്കുന്നതാണ് ഈ കാണുന്നുണ്ട. ഇവിടുത്തെ അടി ഒഴുക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒഴുക്കായിരിക്കുള്ളൂ കേട്ടോ. നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത ഒഴുക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ കോൺക്രീറ്റിൻ്റെ ഈ സംഭവങ്ങൾ കിടക്കുന്നതാണ് ഈ കാണുന്നത്. നമുക്ക് ഇനി ഏറ്റത്തും കൂടി ഒന്ന് പോകാട്ടെ. കരിങ്കലിൻ്റെ ഒക്കെ ഡീറ്റെയിലൊക്കെ നോക്കി വെള്ളത്തിൽ കിടന്ന് ഒരു കരിങ്കലിൻ്റെ ഡീറ്റെയിലുകളൊക്കെയുള്ള അടിപൊളിയായിട്ട് കിടക്കുകയാണ്. ഇതേപോലെ തന്നെ നമുക്ക് ആർട്ടിൽ ചെയ്യാം കേട്ടോ. നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യാൻ പറ്റുമേ. കണ്ടോ
അടിപൊളി സംഭവമാണ്. അതായത് ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതുപോലെ തന്നെ ഇവിടുന്ന് മരങ്ങൾ കളക്ട് ചെയ്തേക്കണതിന് നമുക്ക് അതുകൊണ്ട് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളതും നമുക്കിടെ ഒട്ടനവധിയാണ് കേട്ടോ. ഈ ഒരു ആർട്ട് മൈൻഡ് ഉണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കിട്ടുമേ. ഒന്നൊന്നര പീസാണ്ടാ. ഇതിപ്പോൾ തൽക്കാലം നമ്മൾ ഇവിടെ തന്നെ വെക്കാണ്. പിന്നെ കൊണ്ടുപോവാം. ഈ ഒരു കഷ്ണം കണ്ടോ, ഇതൊക്കെ വേറെ ഒന്നും ചെയ്യാനില്ല, വെറുതെ ടച്ചപ്പ് ചെയ്തിട്ട് പോളിഷ് ചെയ്യരുത്. പോളിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കളർ ഇതാണ് നമുക്ക് ഫേഡായി പോകും, വേറെ കളറിലേക്ക് പോകും. ഇതുപോലെ നല്ല അടിപൊളി ഇൻഡോർ പ്ലാന്റുകളൊക്കെ സെറ്റ് ചെയ്ത് അതിൻ്റെ രീതിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1.5 മുതലാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ നമുക്ക് പിന്നെ ഇടാം. ഇന്ന് എന്തായിരുന്നാലും നമ്മൾ ഇതിൻ്റെ കളക്ഷനും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടി പോകുന്നത്, ഇത് കളക്ട് ചെയ്യുന്നൊക്കെ ഇടുന്നത്. ബോർഡ് കണ്ട അപകടം. അതായത് ഈ ഒരു ഭാഗത്ത് കടലിലെ അഴീക്കോട് കടപ്പുറത്ത് വരികയാണെങ്കിൽ തന്നെ ഈ പുലിമെട്ട് ചെയ്തിട്ടുള്ള കരിങ്കല് ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗത്ത് ഒരു കാരണവശാലും ഇറങ്ങി കുളിക്കാൻ നിൽക്കരുത് കേട്ടോ. അപകടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവിടത്തേക്കൊക്കെ അറിയാം, പുറത്തുനിന്ന് വരുന്നവർക്ക് ഇതിനെ കുറിച്ച് അറിയില്ല. വലിയൊരു അപകടം ഒളിഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഇറങ്ങരുത്, ശ്രദ്ധിക്കാതെ. ചീനവലയ്ക്ക് ചെറിയ മീനുകളൊക്കെ കാണുന്നത്. അവിടെ സംഭവം കിടക്കണ്ട, അടിപൊളി വേര് കിടക്കണ്ട. ഈ ഒരു ഇതിവിടെ നമ്മൾ വന്ന് കിടക്കുന്ന വേരുകളും തടിക്കൊക്കെ പ്രത്യേകത ഉപ്പിൽ, അതായത് കടൽ വെള്ളത്തിൽ അതിൻ്റെ വേരിൽ കിടന്ന് ദ്രവിക്കുക. അതിൻ്റെ കംപ്ലീറ്റ് കച്ചറകൾ ഇങ്ങനെ നമുക്ക് ദ്രവിച്ച് പോകാനൊന്നും ഉണ്ടാവില്ല. അടിപൊളി സാധനമാണ്. അപ്പം ഇത് കൊണ്ടുവന്ന് പോളിഷൊക്കെ ചെയ്ത് നമ്മുടെ വീട്ടിലേക്ക് അവിടെ കിടന്നത്. അപ്പം നമുക്ക് അടിപൊളി സാധനമാണ്. അങ്ങനത്തെ പൊക്കിക്കൊണ്ടുവരുന്ന അടിപൊളി സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ടാ 1.5 പോലെ. അയ്യോ ഓക്കെ, ചൂണ്ടാമ കിട്ടേണ്ടി കാണുന്നത് മൊത്തത്തിൽ കുറവാണെന്നാണ് പറയുന്നത്. ആ വെയിൽ കൊണ്ടത് വെച്ചല്ലേ. ചാലക്കുടി വന്നിട്ടുള്ള ചാലക്കുടി ചൂണ്ടിടാൻ വേണ്ടി വന്നിട്ടുള്ള പേര് സജീവ്. മറ്റേ നമ്മുടെ പേര് സുനിലും സജീവും നമ്മുടെ ചാലക്കുടിയിൽ ചൂണ്ടിടുന്നതിന് വേണ്ടി വന്നിട്ടാണ്. അവരുടെ നാട്ടിൽ മീനിലായിട്ടാണ് പറഞ്ഞത്. അതിലെ പിള്ളവാത് ചൂണ്ടക്കൊണ്ട് തന്നാൽ മതി. ഒരു ആനന്ദം വേറെയാണല്ലേ. അപ്പോൾ കടലിനോടുള്ള പ്രത്യേക സ്നേഹമാണ് നമുക്ക്. ആ ഒരു നമ്മുടെ ചീനവളുടെ ഭാഗത്തൊക്കെ പോയി അതുപോലെ തന്നെ ബാക്ക് സൈഡ് കൂടെ ഒന്ന് കണ്ടിട്ട് നമുക്ക് വരാം. ഓക്കെ, ഈ ഒരു ചീനവല ഉണ്ടല്ല, ഈ ഒരു ചീനവല പ്രത്യേകത ഉണ്ട്. നമ്മൾ ഒരുപാട് ചീനവലകൾ നമ്മുടെ ഈ ഒരു ഭാഗത്ത് അഴീക്കോടിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് കണ്ട്. പക്ഷേ ഈ ഒരു ചീനവല മിക്ക എല്ലാ ചീനവലകളും പുഴയിലേക്കാണ് ഇടുന്നത്. അതുപോലെ കടലും പുഴയും ബന്ധിപ്പിക്കുന്നവർക്ക് ഇടുന്നുണ്ട്. പക്ഷേ ഈ ഒരു ചീനവല തീർത്തും കടലിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കടലിൽ തന്നെ സെറ്റ് ചെയ്ത ചീനവലയിൽ വളരെ റയർ പീസാണിത്. അടിപൊളി സ്ഥലമുണ്ട് വേണം. ഒരുപാട് നമ്മൾ പോകുന്ന അവിടെ നോക്കിയണ്ട നമ്മൾ കടലിരിക്കുന്ന കടലിൻ്റെ കരയാണ് കാണുന്നത് കണ്ടില്ലേ. അപ്പോൾ അതാണ് നമ്മുടെ അഴീക്കോട് കരയാണ് കാണുന്നത്. ആ കരയിൽ നിന്ന് നമ്മൾ ഇത്രത്തോളം പോന്ന് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ചീനവല സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു സംഭവത്തിൻ്റെ പേര് ഞാൻ മുക്കാലി എന്ന് പറഞ്ഞു. അതുപോലെ 4 കാലിനുള്ളത്. അപ്പോൾ ഇതിൻ്റെ പേരെന്താ പറഞ്ഞത്? ഹള്ളെന്നാണ് പറഞ്ഞത്. ഹള്ളെന്ന് പറയുമ്പോൾ നമ്മൾ ആനയൊക്കെ പറ്റി പഞ്ചറാക്കുന്ന ഹള്ള്. ആ ഒരു പ്രതിനിധിയുള്ളത് ഒട്ടും മറിഞ്ഞു പോകില്ല, വെള്ളത്തേക്ക് മറിഞ്ഞു പോകില്ല. ഇപ്പം നമ്മളിപ്പോൾ ഈ സാധനം അഴീക്കോട് പുഴയുടെ ഭാഗത്ത് കടപ്പുറത്ത് നമ്മൾ ഒരുപാട് നീട്ടി. അപ്പം 100 മീറ്ററാണ് ഇപ്പം ഈ ഒരു സംഭവം ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ 100 മീറ്റർ ഇട്ടുമ്പോൾ നമ്മൾ മണപ്പാട്ടിച്ചാൽ അപ്പുറത്ത് കര പോകില്ല, വീട്ടിൽ പോകില്ല. അവിടെ അതായത് കടൽ കയറിക്കൊണ്ടേ.
മണപ്പാട്ട് ചാലിലൊക്കെ നമ്മൾ വരാറുള്ളതാണ്. അതാണ് കടൽ കയറുന്നതിന്റെ കാരണം ഇതൊരു 100 മീറ്റർ ഇതുകൊണ്ട് നീട്ടിയപ്പോഴാണ്. അല്ല ഇത് നീട്ടിയതല്ലേ, വിട്ടല്ലേ നമ്മുടെ ഏറ്റവും വലിയൊരു പ്രൊട്ടക്ഷൻ അല്ല അത്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ. കടലിനെ ആശ്രയിച്ചുകൊണ്ടെങ്കിൽ നമ്മുടെ എല്ലാ മേഖലയിലും അത് തന്നെ. ഓക്കെ, അപ്പൊ ഈ ഒരു 100 മീറ്റർ നീട്ടിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ അപ്പുറവും നീട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതായത് നമ്മുടെ ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഇവിടെ മണൽത്തിട്ട വന്നിട്ട് അതിന്റെ അടിഭാഗം ഇടിച്ചിട്ട് പൊട്ടിപ്പോകും. ആ പൊട്ടിപ്പോകാണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അള്ള് അതുപോലെ തന്നെ മുക്കാരി എന്ന് പറയുന്ന ഈ കോൺക്രീറ്റിന്റെ ആദ്യം കരിങ്കല്ലിട്ട് അതിന് മുകളിൽ കൂടെ കോൺക്രീറ്റ് സാധനം ഇട്ടേക്കുന്നത്. ഇവിടുത്തെ ഒഴുക്കിനെ കൂട്ടാണ്. ഒഴുക്ക് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടുത്തെ മണ്ണെല്ലാം അടി വലിച്ചങ്ങോട്ട് പോയി നല്ല താഴ്ചയുള്ള സ്ഥലമായി മാറും. അതാണ് അതിന്റെ ഇത്. എത്ര ആൾക്കാരുണ്ടോ? ഏകദേശം 5 ആൾക്ക് വെള്ളം ആ ചീനാളുള്ളത്. ഇവിടെ എത്ര ആൾക്ക് വെള്ളം ഉണ്ടാവും? 2-2.5 ആൾക്ക് വെള്ളം ഉണ്ടാവുള്ളൂ. ഇത് നമുക്ക് ഇല്ല അല്ലേ, ബോട്ട് അങ്ങോട്ട് കയറണില്ല. ഇത് നമുക്ക് എത്ര ആൾക്ക് സിമെന്റ് കൊണ്ടുവന്നത്? ഒരു അള്ളിന്, അതായത് മുക്കാലിക്ക്, അതായത് ഒരു 10 ആൾക്ക് അല്ലേ? അത് വേണം. അത് വേറെ അനുവാദം വേറെ അല്ല. 10 ആൾക്ക് സിമെന്റോളം ഉണ്ടായി ഈ ഒരു സംഭവത്തിന് വേണ്ടി വരുന്നത്. അപ്പോൾ നമ്മുടെ അഴീക്കോട് വരുമ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് കൂടി കയറണം. കയറിയെങ്കിൽ നമ്മൾ അറിയില്ല. പക്ഷേ അപകട മേഖല ഉണ്ടാ. കയറുമ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് കയറുകയാണ് നടക്കരുത്. കാലൊക്കെ ഉള്ളിൽ പോയിട്ട് വളരെ അപകടമാണ്, ഡേഞ്ചറാണ്. അപ്പോൾ താങ്ക്സ് കേട്ടോ. പേരുന്ന പറഞ്ഞത് ഷെമീർ. വീട് നമ്മുടെ ഇവിടെ തന്നെ. എൻ്റെ ഒരു ബ്ലോക്കിൻ്റെ അടുത്ത് തന്നെ. ഓക്കെ, അപ്പം അങ്ങനെ കിടക്കാം. അപ്പോൾ ഇനി നമ്മൾ എത്ര പോയിട്ട് അറ്റത്തേക്ക് വന്നു കാണാം. നേരെ നമ്മൾ അത് കാണിച്ചിട്ട് നേരെ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ അഴീക്കോട് കടപ്പുറം. അതായത് ഞങ്ങളുടെ അഴീക്കോട് കടപ്പുറം. അഹങ്കാരം ഉണ്ട്, അഹങ്കാരം എന്ന് പറഞ്ഞാണ്. അപ്പം എല്ലാവരും ഇവിടെ വരിക, പരമാവധി എൻജോയ് ചെയ്യുക. അടിപൊളി എൻ്റർടൈൻമെൻ്റ് ആണ്. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടാണ് ചൂണ്ടിടുന്നത്. സത്യത്തിൽ ഞങ്ങളൊന്നും വരാറുണ്ട്. അപ്പം കല്ലേറ്റങ്കര ചേട്ടായി വന്നിരിക്കുന്നത്. ചേട്ടാ പേരെന്താണ്? ഡൊമിനിക് പറഞ്ഞ വള്ളത്തിൽ കണ്ടില്ലേ, മീൻ കണ്ടില്ലേ? ചാളയൊന്നും തോന്നുന്നുണ്ട്. നോക്കിയില്ല, ഇങ്ങനെ വരികയാണേ. കണ്ടില്ലേ, ഞാൻ താഴ്ച ഉണ്ട് ഈ ഒരു ഭാഗത്ത്. ഇവിടെ കുഞ്ഞി പിള്ളേരാണ്, ചെറിയ പിള്ളേരാണ് ചൂണ്ടിടുന്നത്. ഇത് വീട്ടിൽ പറഞ്ഞിട്ട് വന്നതാണോ എന്താവോ നമുക്കറിയില്ല. ഇതാ വീട്ടിലൊക്കെ പറഞ്ഞിട്ടാണോ വന്നത്? ആ ഓക്കെ. ആരുടെ വാപ്പ ശ്രദ്ധിക്കണോട്ടോ അവിടെ ഇരിക്കുമ്പോ. അത് നമ്മുടെ ഈ ഒരു അള്ളുമലി ഇതുമലി ഇരുന്നുകൊണ്ട് നമ്മൾ കുഞ്ഞി പിള്ളേരിന്ന് ചൂണ്ടിടുന്നത്. നമുക്ക് അവരുടെ അടുത്തേക്ക് ഒന്ന് പോകാം. അതല്ല കിട്ടിയാടാ പാരൻസിനായിട്ട് വരണോട്ടാ. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യണോട്ടാ. ഓക്കെ, നമ്മൾ കളക്ട് ചെയ്ത സാധനമാണ് കാണുന്നത്. ഓക്കെ, ഡീറ്റെയിലുകളൊക്കെ എന്താ